ഭീമന്റെ സാറുമായിട്ടൊക്കെ വീട്ടിനകത്തിരുന്ന ഞാൻ എപ്പോഴും ചിലപ്പോൾ അവിടെ നിൽക്കും, എനിക്കറിയാം. ഭീമന്റെ ആരുമായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. ആ ചരിതം നിനക്കിന്നറിയാമോ? വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ എന്നൊരൊറ്റ ഡയലോഗിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ആ നടനോളം പരിഹാസത്തിനും വിമർശനത്തിനുമിടയായ മറ്റൊരു നടനും മലയാള സിനിമയ്ക്ക് ഇന്നേ നാൾ വരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ഒരു പോലീസുകാരൻ സിനിമാ നടനാകുന്നു. നടനായെത്തി വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്തുവാനാകാത്ത നടനായി മാറുന്നു. ഏതു മേഖലയും അനായാസം വഴങ്ങുമെന്ന സ്വയം വിശ്വാസം രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പിന് കാരണമാകുന്നു. പിന്നെ നടന്നതെല്ലാം ചരിത്രം. ചൂടേറിയ വർത്തമാനത്തിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഇന്നത്തെ യാത്ര ഏത് നടന്റെ വീട്ടിലേക്കാണ് എന്നത്. ഏറെ വേഷപകർച്ചകളിലൂടെയും മലയാളികളെ അത്ഭുതപ്പെടുത്തിയ രഘു ദാമോദർ എന്ന നമ്മുടെ പ്രിയങ്കരൻ മലയാളികളുടെ സ്വന്തം ഭീമൻ രഘു. അപ്പോൾ നടൻ ഭീമൻ രഘുവിന്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള കൃത്യമായ വഴി കൂടി നിങ്ങൾ അറിയുക. തിരുവനന്തപുരം പോത്തൻകോട് നിന്നും പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും വലത് റോഡ് കയറി ആദ്യ വളവ് കഴിഞ്ഞെത്തുന്നത് നമ്മുടെ സ്വന്തം ഭീമൻ രഘു ചേട്ടന്റെ വീടിന് മുന്നിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്നൊരു കാര്യം പറയാം. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ടടിച്ച് മലയാളി സിനിമാ പ്രേക്ഷകരുടെ സ്വന്തം ആളായി മാറിയ നമ്മുടെ സ്വന്തം ഭീമൻ രഘുചേട്ടന്റെ വീട് കാണണമെന്ന് വളരെ നാളായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗ്യം എന്തായാലും നിങ്ങളെ കൂടി കാണിക്കണം. ഒപ്പം ഭീമൻ രഘുചേട്ടന്റെ അയൽവാസികൾക്ക് അദ്ദേഹത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്നും നമുക്കറിയണം. നേരെ വീഡിയോയിലേക്ക്. കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തന്നെ പറ പോയി. 1980കളുടെ തുടക്കത്തിൽ സിനിമയിലേക്ക് എത്തിയ നമ്മുടെ രഘുചേട്ടൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ സജീവ സാന്നിധ്യം തന്നെയാണല്ലോ. സിനിമയിൽ മുഴുവൻ സമയ കരിയറിലേക്ക് മാറുന്നതിന് മുൻപ് അദ്ദേഹം കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അവിടെ നിന്നും 4 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ രഘുചേട്ടൻ 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അപ്പുറത്ത് സാർ ഇവിടെ ഇല്ല, ഭീമൻ രഘു സാർ ഇല്ല. സാറ് വസ്തു വീട്ടിന്റെ ഫ്രണ്ട് കുറച്ച് റോഡിന് വീതി കൂടണതിന്റെ ഭാഗമായിട്ട് എടുത്ത്. സാറ് വന്നിട്ട് 4 ദിവസമായി. കുലശേഖരത്താണ് താമസിക്കുന്നത്. ഇവിടെ സാറും സാറിന്റെ വൈഫും ഇവിടെ താമസം സ്ഥിരം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് മക്കള് വരും. മക്കള് ഒരാള് എറണാകുളം, ഒരാള് ശാസ്തമംഗലം, ഒരാള് മുത്തമുള്ള ദൂരം. വിറ്റില്ല, വിൽക്കൂല. സാറും അമ്മയായിട്ട് ഇവിടെ അയൽവാസികളായിട്ടൊക്കെ ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമുള്ള നടൻ ജയന്റെ പകരക്കാരനായാണല്ലോ ഭീമൻ രഘു സിനിമയിലെത്തുന്നത്. ഭീമനായിരുന്നു രഘുചേട്ടന്റെ ആദ്യ സിനിമ. അങ്ങനെ അവിടെ നിന്നും ഭീമൻ രഘുവായി. തുടക്കകാലത്ത് വില്ലൻ വേഷങ്ങൾ, പിന്നീട് ഹാസ്യവേഷങ്ങളും ഒപ്പം ക്യാരക്ടർ വേഷങ്ങളിലൂടെയും ഒക്കെ ഭീമൻ രഘു മലയാളി മനസ്സിൽ വളരെ വേഗം ഇടം പിടിച്ചു. എന്നാലും വില്ലൻ വേഷങ്ങൾ തന്നെയാണ് ഭീമൻ രഘുവിനെ താരമാക്കി മാറ്റിയത് എന്നതിൽ സംശയമില്ല. ഈ കുടുംബത്തോടെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അല്ലേ? ക്രമേണ സഹനടനായും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയ സമയത്താണ് അല്പം രാഷ്ട്രീയം കൂടിയാകാമെന്ന തീരുമാനത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ചുവടുവയ്പ് നടത്തിയത്. ഇന്ന് ഭീമൻ രഘു ഒരു നടൻ എന്നതിനപ്പുറം വാർത്തകളിൽ നിറഞ്ഞത് രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികളുടെ പേരിലും തന്നെയാണ്. ഇതിന്റെ പേരിൽ രഘുചേട്ടൻ നേരിടുന്ന പരിഹാസങ്ങളും വിമർശനങ്ങളും കുറച്ചൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളിന് വിധേയനാകുന്ന നടനാണ് ഇദ്ദേഹം. അടുത്തിടെയായി BJPയിൽ നിന്നും CPMലേക്ക് ചുവട് മാറിയതും ചൂടേറിയ വാർത്തകൾ തന്നെയായിരുന്നുവല്ലോ. ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് ഭീമൻ ചേട്ടൻ മണിക്കൂറുകളോളം എഴുന്നേറ്റ് നിന്ന് നന്ദി പ്രകടനവും ബഹുമാന പ്രകടനവും നടത്തിയത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ BJPയിൽ നിന്നും CPMലേക്ക് എത്തിയ ഭീമൻ സീറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് ട്രോളന്മാരും വിമർശകരും ഒറ്റക്കെട്ടായി പറഞ്ഞു. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രം. മുഖ്യമന്ത്രി എന്റെ അച്ഛന് തുല്യനാണെന്നും ആ ബഹുമാനത്തിന്റെ പേരിലാണ് ഞാൻ എഴുന്നേറ്റ് നിന്നതെന്നും ഇതൊക്കെ വാർത്തയാക്കുവാൻ നടക്കുന്ന നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ട്രോളിയവരെ വായടപ്പിക്കുകയായിരുന്നു ഭീമൻ ചേട്ടൻ. എന്റെ പേര് മുരളി, ടൈലർ ഷോപ്പ് നടത്തുന്ന സൊസൈറ്റി മുക്കിൽ ഞാൻ ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഭീമൻ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ കാണും, ചിരിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അവിടെ ഒരു ബാർബർ ഉണ്ടായിരുന്നു. അവിടെ മുടി വെട്ടാനൊക്കെ വരുമ്പോൾ ഷേവ് ചെയ്യാനൊക്കെ വരുമായിരുന്നു.
അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ അവിടെ കാണാനില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ATMൻ്റെ അവിടെയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നേക്കാം. സിനിമകളെ പറ്റി ഭീമൻ സിനിമയാണ് ഫസ്റ്റിൽ ഞങ്ങൾ കുറേ പയ്യന്മാരെ കാണാൻ പോയി. ജയം മരിച്ചതിന് ശേഷം ഫസ്റ്റിൽ കണ്ട സിനിമയാണ് ഭീമൻ 2. അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഭീമൻ 2 ആദ്യത്തെ ഷോ കാണാൻ നിൽക്കുകയായിരുന്നു. ഭീമൻ രഘുചേട്ടൻ ആൾക്കാരുമായിട്ടൊക്കെ എങ്ങനെയാണ്? അത് ആൾക്കാരൊക്കെ നല്ല സഹകരണമാണ്. അത് ഇങ്ങനെ അഭിനേതാക്കൾ ആരുടെ എതിർത്ത് സംസാരിക്കില്ലല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾ നല്ല സിനിമകൾ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അത്രയും അടി വാങ്ങിക്കുന്ന രംഗങ്ങളേ ഉള്ളൂ. നരസിംഹ കണ്ടില്ലേ ആ സിനിമയിലൊക്കെ കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വൃത്തികെട്ട വേഷങ്ങളും ഉണ്ട്. രാഷ്ട്രീയത്തിലൊന്നും വരുമെന്ന് പറയും. രാഷ്ട്രീയത്തിലൊന്നും വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. രാഷ്ട്രീയമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. രാഷ്ട്രീയമായിട്ടുള്ള ബന്ധവും ഇല്ല. ഇവിടെ ആൾക്കാരുമായിട്ട് രാഷ്ട്രീയക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. അങ്ങനെയൊന്നും അവരുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അവിടെ ഞാൻ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും പോകുമ്പോൾ ആ വീട്ടിലെ വണ്ടി കിടക്കുന്നതാണ്. എപ്പോഴും അവിടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നതാണ്. നല്ല മനുഷ്യനെ വേറെ നമുക്ക് ആക്കും ദ്രോഹമുള്ള ആളല്ല. ഭീമൻ രഘു നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. ആരുമായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. പ്രമുഖ നടന്മാർ നായകവേഷം ചെയ്ത മിക്ക ചിത്രങ്ങളുടെയും വില്ലൻ റോളുകൾ രഘുവിനെ തേടിയെത്തിയപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന ആവശ്യം അവിടെ നിന്നും അദ്ദേഹത്തെ ഹാസ്യവേഷങ്ങളിലേക്ക് കൊണ്ടുപോയി. രാജമാണിക്യം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ സഹായിയായ കിൻഡൽ വർക്കി എന്ന ഹാസ്യ കഥാപാത്രം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നുവല്ലോ. രാജസേനൻ സംവിധാനം ചെയ്ത റോമിയോ എന്ന ചിത്രത്തിലെ മുഴുനീള തമാശ വേഷം ഹാസ്യ നടൻ എന്ന നിലയിൽ ഭീമന്റെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. 2023 ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ നായകനായി ചാര എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഒരു സിനിമാ നടൻ എന്ന പേരിൽ ഭീമൻ രഘുവിനെ അറിയപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ ജീവിതം നമ്മൾ അറിയാതെ പോകരുത്. 2016 മുൻപ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പിന്തുണക്കാരനായിരുന്നു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിരവധി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം പ്രവർത്തിച്ചു. ശേഷം 2016 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. തുടർന്ന് 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പരാജയപ്പെട്ടു. പാടാത്ത നാവുകൾ ഭൂമിയിലുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ പരിചയമുണ്ട്. കാര്യം എന്ത് ആവശ്യങ്ങൾ വിളിച്ചാൽ വരും. എന്ത് പരിപാടി പങ്കെടുക്കാനും ഈ ക്ലബിന്റെ എന്ത് പരിപാടിക്കും നമ്മൾ കാണാനാണ്. ഭീമൻ രഘു എന്ന അസാമാന്യ കലാകാരനെ ട്രോളുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ അറിയേണ്ടത് ഭീമൻ രഘു എന്ന കലാകാരൻ സ്വന്തം ഇഷ്ടത്തിലൂന്നിയ ജീവിതശൈലി പിന്തുടരാൻ DYSP റാങ്കിൽ നിൽക്കുമ്പോൾ പോലീസിൽ നിന്ന് സ്വമേധയാ വിരമിച്ച മനുഷ്യനാണ്. അവിടെ ഇത്തരത്തിൽ ട്രോളുകളും വിമർശനങ്ങളും ഒന്നും വില പോകില്ലെന്ന് അദ്ദേഹം കാണിച്ചു തരികയാണല്ലോ. ഭീമൻ രഘുവിന്റെ ഇഷ്ടം അദ്ദേഹം ഏതു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കണമെന്നും പ്രവർത്തിക്കണമെന്നും. എന്തു തന്നെയായാലും ഒരു നടൻ എന്ന തലക്കെട്ടിൽ മലയാളികൾക്ക് ഭീമൻ ചേട്ടൻ ഇന്നും ഒരു അഭിമാനം തന്നെ എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ ആഗ്രഹപ്രകാരം എന്നതുപോലെ ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ സ്വന്തം ഭീമൻ രഘുചേട്ടനെ കാണുവാനായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇവിടെ നിന്നും നമ്മുടെ യാത്ര ചാനൽ ചർച്ചകളിൽ തീപ്പൊരു പ്രസംഗം നടത്തുന്ന തന്റേതായ ശരികളെ അക്കമിട്ട് നിരത്താൻ കഴിവുള്ള ഒരു വ്യത്യസ്തൻ, അതെ, മലയാളികളുടെ സ്വന്തം രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അദ്ദേഹത്തെ പോലെ വ്യത്യസ്തമായ ഒരു വീട് എന്ന് പറയാം. അപ്പോൾ കാഴ്ചകൾക്കൊപ്പം ഉടനെത്താം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭദിനം. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും.